കേച്ചേരിയിലെ പെരുവൻമലയിലെ കുടിവെള്ള സംഭരണിയുടെ പൂട്ട് വീണ്ടും തകർത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പോലീസ് പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ എരനെല്ലൂർ, ചൂണ്ടൽ വില്ലേജുകളിലെ കേച്ചേരി, പെരുമണ്ണ്, എരനെല്ലൂർ, മഴുവഞ്ചേരി, തലക്കോട്ടുകര, മണലി, ചിറനെല്ലൂർ, പട്ടിക്കര, പറപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് പെരുവൻമലയിലെ ടാങ്കിൽ നിന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലും സാമൂഹ്യവിരുദ്ധർ ഇവിടെ പൂട്ട് തകർത്തിരുന്നു. സംഭരണിയുടെ വാതിൽ തകർത്ത സാമൂഹ്യവിരുദ്ധർ വെള്ളത്തിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ബുധനാഴ്ച വെള്ളം വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വീണ്ടും പൂട്ട് തകർത്തതോടെ വെള്ളം വിതരണം വീണ്ടും മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. പ്രതിദിനം പഞ്ചായത്തിലെ 1000-ലേറെ കുടുംബങ്ങൾക്കായി 5 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് ഈ സംഭരണി വഴി വിതരണം നടത്തുന്നത്. 4 ദിവസത്തിനിടെ രണ്ടാം തവണയും പൂട്ട് തകർത്തതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലും പഞ്ചായത്ത് അംഗം സ്മിത ഷാജിയും കുന്നംകുളം പോലീസ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി മാറിയ പെരുവൻമലയിൽ തുടർച്ചയായി കുടിവെള്ള സംഭരണിക്ക് നേരെ നടക്കുന്ന അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വ്യാഴാഴ്ച ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളം വാട്ടർ അതോറിറ്റിയുടെ പ്യൂരിഫൈ ലാബിൽ പരിശോധന നടത്തി ഫലം വന്നതിനു ശേഷം മാത്രമേ വെള്ളം വിതരണം പുനരാരംഭിക്കാനാകൂ എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ പല മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെയാണ് ലഹരി സംഘങ്ങളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും അതിക്രമണത്തെ തുടർന്ന് പഞ്ചായത്ത് നിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച് രണ്ടാം തവണയും കുടിവെള്ള വിതരണം മുടങ്ങുന്നത്. ഇപ്പോൾ സംശയമായ രീതിയിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റാതെ, ടാങ്ക് നിറച്ച വെള്ളം കൊടുക്കാൻ അതിലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമായി നമുക്ക് വെള്ളം കൊടുക്കാൻ പോലും ഈ പ്രദേശക്കാർക്ക് കൊടുക്കാൻ സാധിക്കാത്ത വളരെയേറെ വിഷമമുണ്ട്. ആ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 2-4 ദിവസം മുമ്പ് ഇതുപോലെ ഉണ്ടായി. ആ വെള്ളം ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കണ്ടില്ല. എന്നാലും ആ വെള്ളം മുഴുവൻ നമ്മൾ പുറത്തേക്ക് തള്ളുകയും പ്രദേശത്തുള്ള അവർക്ക് വെള്ളം മുഴുകുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി വീണ്ടും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും വന്നിപ്പോൾ പൂട്ടൊക്കെ തല്ലി പൊളിച്ച് ഇപ്പോഴും നമുക്ക് സംശയമായ രീതിയിലേക്ക് നമ്മൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇനി ഇവിടെ ഒരു ജാഗ്രതാ സമിതി നമ്മുടെ ഈ പരിസരവാസികളെ നിയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു മേൽനോട്ടത്തിൽ ഒരു ജാഗ്രതാ സമിതി നമുക്ക് അത്ര അടിയന്തരമായി നമ്മൾ ചേരാൻ പോവുകയാണ്. കണ്ടുപിടിച്ചവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്.